അപ്പൊ എങ്ങനെയുണ്ടാ സെയില്? നന്നായിരുന്നടാ. പക്ഷെ കസ്റ്റമേഴ്സ് ഇനിയും വന്നും, എന്നാലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. വരും ചേച്ചി, ആളുകൾ കടനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങണ്ടേ? നല്ല അന്വേഷിച്ചാല് 10,000 വരും. നല്ല ഫുഡ് സ്നേഹത്തോടെ കൊടുക്കാമെങ്കിൽ ആളുകൾ വരും, ഉറപ്പാ. ബിസിനസ് കൂട്ടാൻ വേണമെങ്കിൽ ചേച്ചിക്ക് ഞാൻ കുറച്ച് ഐഡിയാസ് ഒക്കെ തരാം. വേണോ? വേണ്ടെങ്കിൽ വേണ്ട, ആയിക്കിട്ട്. ചേച്ചി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇരിയാൻ നേരം ഉണ്ടാവില്ല, ഫുൾ ക്രൗഡ് ആയിരിക്കും, നോക്കിക്കോ. ദൈവമേ, നിന്റെ നാവ് പൊന്നാവട്ടെ. എല്ലാം ശരിയാവുന്നേ. കേട്ടിട്ടില്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം. പനയും തിന്നാം. അതെ, എനിക്ക് കുറച്ച് നാളായിട്ടുള്ള ഡൗട്ടാ, ഇപ്പൊ അനെ എങ്ങനെ തന്നെ സാമ ചളി കോമഡി അടിക്കരുത്. ചളി പറഞ്ഞല്ല, നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ ഭയങ്കര പഴയ പഴഞ്ചൊല്ലാണ്. സാമേ, നമുക്ക് ഇതിനെപ്പറ്റി കൂലങ്കഷമായി പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ? എൻ്റെ മോനെ, നീ ഇങ്ങനെ വിഷമിക്കാടാ. നീ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കേ. ഉദാഹരണത്തിന് ഞാനൊരു സംഭവം പറയാം. എൻ്റെ അപ്പാപ്പൻ്റെ ഒരു കാര്യമാണ്. അപ്പാപ്പന് കൊണ്ട് കപ്പലിലായിരുന്നു ജോലി. ഒരിക്കലും ഇങ്ങനെ പോകുന്ന നേരത്ത് കപ്പൽ അങ്ങ് തകർന്നു. കപ്പലിലുണ്ടായിരുന്നവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ലൈഫ് ബോട്ടിൽ കയറി. കഷ്ടകാലത്തിന് എൻ്റെ അപ്പാപ്പനൊരു കൂട്ടുകാരൻ കയറിയ ലൈഫ് ബോട്ടിൽ തുഴയില്ലാതായി. ദൂരെ കര കാണാം, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു. ഇവര് 4-5 ദിവസം കടലിൽ പട്ടിണി കിടന്നു. കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞ് ഞാൻ ഇപ്പൊ കടലിൽ ചാടിച്ചാവുമെന്ന്. പക്ഷെ അപ്പാപ്പൻ പ്രതീക്ഷ കൈവിട്ടില്ല. അപ്പാപ്പൻ മീൻ പിടുത്തം തുടങ്ങി. പച്ച മീൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി, രണ്ടുപേരുടെ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം പിടിച്ച മീന്റെ വയറ്റിലുണ്ടല്ലോ, എന്തുവാ, ഒരു വിസില്. ഊതുന്ന വിസില? ആ, ഒരു ചുമല വിസില്. ചില നാട്ടിൽ പീപ്പിളിന്നും പറയും. അപ്പാപ്പൻ ഇതങ്ങോട്ട് ഊതാൻ തുടങ്ങി. ആരെങ്കിലും കേട്ട് രക്ഷപ്പെടുത്തെന്ന് കരുതി. എവിടെന്ന്? പക്ഷെ അപ്പാപ്പൻ അപ്പോഴും പ്രതീക്ഷ വിട്ടില്ല. എന്റെ അപ്പാപ്പനല്ലേ, ഊത്തെന്ന് പറഞ്ഞ ഊത്തോട് ഊത്ത്. അങ്ങനെ ഒരു ദിവസം സുപ്രഭാതം ഒരു കൊച്ചിത് കേട്ടു. ഈ കടലിന്റെ സൈഡിൽ കളിക്കാനാ പറ്റുന്ന ഒരു കൊച്ചാ. ഇത് ഓടിച്ചെന്ന് നാട്ടുകാരെയൊക്കെ അറിയിച്ച് എല്ലാരും വന്നു, ഇവരെ രക്ഷപ്പെടുത്തി. ഈ സംഭവം പറയുമ്പോൾ എപ്പോഴും എൻ്റെ അപ്പാപ്പൻ പറയും, ജീവിതത്തിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നതെന്ന്. ഒരു നല്ല ദിവസം വരും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട്, ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അപ്പാപ്പൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന്. നീ അതുപോലെ ഒന്ന് വിശ്വസിക്കേ, നിനക്കും വരും ഒരു നല്ല ദിവസം, കേട്ടോ? ആ ചേട്ടാ, ഈ അപ്പാപ്പന്റെ കഥയൊക്കെ ഗംഭീര മോട്ടിവേഷനായി. പക്ഷേ ഇതേട്ടൻ്റെ ഒറിജിനൽ അപ്പാപ്പൻ തന്നെയാണോ? എവിടുന്നോ ചൂണ്ടിയതല്ലേ? എടാ, ആരുടെ അപ്പാപ്പനായാലെന്താ? ജോസഫേട്ടൻ തുടങ്ങി ഇങ്ങനെ അപ്പാപ്പൻ